നമ്മളിന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, കാലം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കാണുന്ന കണ്ടൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു, അധ്യാപകർ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളും കാലത്തിനനുസൃതമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളോടൊപ്പം ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതിൻ്റെ പരിഷ്കരണ രീതികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് KV മനോജ് മാഷാണ്, വടുവഞ്ചാൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ, അതോടൊപ്പം മുൻ SCRT റിസർച്ച് ഓഫീസർ കൂടിയാണ്. സർ, സ്വാഗതം. സന്തോഷം. സ്കൂൾ റിഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കാലം ഇങ്ങനെ മാറുന്നതനുസരിച്ച് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ സ്കൂൾ വിദ്യാഭ്യാസം മാറുന്നുണ്ടോ? അങ്ങനെ തന്നെ ഒരു പൊതുവായ ചോദ്യം ചോദിച്ച് നമുക്ക് തുടങ്ങാം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കും കാലത്തിനും അനുസരിച്ചുള്ള മാറ്റം വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് ലോകത്തെല്ലായിടത്തും ചൂണ്ടിക്കാണിക്കുന്നൊരു പൊതു പ്രശ്നം തന്നെയാണത്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂളിങ്ങിൽ ഒരു +2 വരെയുള്ള സ്കൂളിങ്ങിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഒരു തലമുറയാണ് സ്കൂളുകളിലുള്ളത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി കുട്ടികൾ ഒരു 16-17 വയസ്സുള്ള കുട്ടികളൊക്കെ ജെൻസി തലമുറയിൽപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ ആ തലമുറയുടെ സവിശേഷമായ പ്രത്യേകതകളെയും അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ മികവുകളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന തലത്തിലാണോ നമ്മുടെ കരിക്കുലം, നമ്മുടെ സിലബസ്, നമ്മുടെ സ്കൂൾ സംവിധാനങ്ങൾ എന്ന് ചോദിച്ചാൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഇപ്പോൾ കരിക്കുലത്തിൻ്റെ വിസിബിളായിട്ടുള്ളൊരു പാർട്ടെന്ന് പറയുന്നത് സിലബസ് ആണല്ലോ, അഥവാ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇപ്പം ഞാൻ വളരെ കൗതുകകരമായൊരു കാര്യം പറയാം. ഇപ്പം നിലവിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സിലബസിന്, പുസ്തകങ്ങൾക്ക് അവരേക്കാൾ പ്രായമുണ്ട്. അതായത് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ അവരോടത് സംസാരിച്ചു. നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെ പ്രായം 16-17 വയസ്സാണ്, +1 +2. അവർ പഠിക്കുന്ന പുസ്തകങ്ങളുടെ പ്രായം 16-17 വയസ്സിനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ 2006-7 വർഷം മാറിയ പാഠപുസ്തകങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 16-17 വർഷമായിട്ട് ദേശീയ തലത്തിൽ നമ്മൾ ദേശീയ സിലബസാണ് +2 തലത്തിൽ എടുത്തിട്ടുള്ളത്. യാതൊരു മാറ്റവുമില്ല. ഇനി മാറിയ പുസ്തകങ്ങൾ എന്ന് പറയുന്നു, നമ്മൾ പറയുന്നല്ലോ. ഇപ്പോൾ ഈ വർഷം കേരളത്തിൽ, കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് കേരളത്തിലെ പാഠപുസ്തകങ്ങൾ മാറിയെന്ന് പറയുന്നല്ലോ. പക്ഷേ ഈ മാറിയ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ടോ? പുസ്തകങ്ങൾ മാറി എന്ന് പറയുമ്പോഴും അതിലെ ഉള്ളടക്ക മേഖലകൾക്ക് ഈ കുട്ടികളുടെ, കാരണം ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ പുസ്തകങ്ങൾ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ പുസ്തകങ്ങളുണ്ട്, 10th വരെയുള്ള പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകത്തിൽ പോലും ഒരു QR കോഡോ, ഒരു പുസ്തകത്തിൽ പോലും നമ്മൾ അനിമയുടെ അനിമെ വായിക്കുന്ന, കാണുന്ന, മാങ്കാ ബുക്ക് കാണുന്ന തലമുറയെ കൊടുക്കുന്ന പുസ്തകങ്ങളിലാണ് ഡിജിറ്റൽ സാധ്യതകളൊന്നും ഉപയോഗപ്പെടുത്താത്ത 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പാഠപുസ്തകം. ഇതിൻ്റെ ഒരു പ്രശ്നം. ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഈ പാഠപുസ്തക രചയിതാക്കൾ പലപ്പോഴും പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഉള്ളടക്കമൊക്കെ അവരുടെ നൊസ്റ്റാൾജിയകളാണ്. മറിച്ച് ഈ കുട്ടിയുമായി ഇത് എത്രത്തോളം സംവദിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ പിന്നെ എന്താ പറയുക, താല്പര്യങ്ങളുമായി, ഇഷ്ടങ്ങളുമായിട്ടോ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഇത് എത്രമാത്രം പൊരുത്തപ്പെടും. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികൾ പുസ്തകങ്ങൾ ഉപേക്ഷിക്കാനും അവരുടെ ഒരു പഠിക്കാനുള്ള താല്പര്യം അടക്കം ഇല്ലാതെ വന്നത്. സത്യത്തിൽ വെളിയിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കൂ. റീൽസ്, അവരുടെ വെളിയിലെ ലോകം എന്താ? നമ്മൾ പറയുന്ന അനിമയാണ്, റീൽസാണ്, മീംസാണ്. പക്ഷെ ഇതെല്ലാം അതേപടി ഇവിടെ സ്വീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ തന്നെ നമ്മൾ പല കോമ്പറ്റീഷൻസും വയ്ക്കുമ്പം റീൽസ് കോമ്പറ്റീഷൻ ഉണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടല്ലോ, വെളിയിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വെളിയിൽ ചെയ്യുന്ന കാര്യത്തെ തന്ത്രപരമായി നമ്മൾ ഈ അക്കാദമികതയുമായിട്ട്, കരിക്കുലവുമായിട്ട് കൂട്ടി ഇണക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മൾ ഈ ഫിൻലാൻഡ് മോഡൽ സ്കൂൾ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുകയും നമ്മുടെ സമയക്രമീകരണം അതുപോലെ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നു. അരമണിക്കൂർ ദീർഘിപ്പിക്കുന്നു. പലപ്പോഴും ഈ അരമണിക്കൂർ ദീർഘിപ്പിക്കുന്നതൊക്കെ സ്കൂളിൻ്റെ ബെല്ലടിക്കുന്ന കാര്യത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഫിൻലാൻഡ് മോഡൽ സിലബസ് വിദ്യാഭ്യാസ പരിഷ്കരണം എന്നൊക്കെ പറയുമ്പോഴും പൂർണ്ണാർത്ഥത്തിൽ അത്തരത്തിലൊരു മോഡൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇമ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതിൽ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് ഒരു സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇന്ത്യൻ എഡ്യൂക്കേഷന് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും എന്തെല്ലാം മെച്ചങ്ങളുണ്ടെങ്കിലും അതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ്. അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഒരു ഇന്ത്യൻ ഈത്തോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ജനാധിപത്യ മതേതര ബഹുസ്വര പരിപ്രേക്ഷ്യം അതിനുണ്ട്. കേരളത്തിലും സമാനമായിട്ട്. അപ്പം നമുക്ക് സത്യത്തിൽ വിദ്യാഭ്യാസത്തിലെ ഒരു പറിച്ചു നടൽ, ഏതെങ്കിലും ഒരു മോഡൽ, ഒരു വിജയിച്ച മാതൃക മറ്റൊരിടത്ത് വിജയിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഒരു ചെടിയുടെ കാര്യം പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന എൻവയോൺമെൻറ്റിൽ ഈ എൻവയോൺമെൻറ്റിൽ വളരാൻ പറ്റുന്ന ചെടികളുണ്ട്, ഈ എൻവയോൺമെൻറ്റിൽ പറ്റാത്തതുമുണ്ട്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ വിദേശത്ത് നിന്ന് അക്കേഷ്യയോ യൂക്കാലിപ്റ്റസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെടികൾ ഇപ്പോൾ പൈൻ കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണെങ്കിൽ അത് ഈ എൻവയോൺമെൻറ്റിൽ ഈ ഇക്കോസിസ്റ്റത്തിന് അത് പറ്റില്ല. കാരണം ഒരു ചെടി വളരേണ്ട ഇക്കോസിസ്റ്റമുണ്ട്. വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് അതും ഒരു ആവാസ വ്യവസ്ഥയാണ്. അതിലുമുണ്ടല്ലോ, ഈ ആവാസ വ്യവസ്ഥയിലും പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക്. കാരണം ഈ പറയുന്ന ഫിന്നിഷ് മോഡല് ഫിൻലൻഡിന് കൊള്ളാം. ഫിന്നിഷ് മോഡൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഫിന്നിഷ് മോഡല് ഫിൻലൻഡിന് ഒക്കെ ആയിരിക്കും. അമേരിക്കൻ മോഡൽ അമേരിക്കയ്ക്ക് ഒക്കെ ആയിരിക്കാം. ബ്രിട്ടീഷ് മോഡൽ ബ്രിട്ടനൊക്കെ ആയിരിക്കാം. ലാറ്റിൻ അമേരിക്കൻ മോഡൽ ലാറ്റിൻ അമേരിക്കയ്ക്കൊക്കെ ആയിരിക്കാം. അതിൽ നമുക്ക് വിയോജിപ്പില്ല. പക്ഷെ ഈ മോഡൽ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരളത്തിന് എങ്ങനെയാണ് ഈ മോഡൽ സ്വീകരിക്കാൻ പറ്റുക? കാരണം നമുക്ക് നോക്കാം, ഫിൻലൻഡിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ 10-30 ലക്ഷം ആൾക്കാരാണ് ഫിൻലൻഡിലുള്ളത്. കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രം 3.5 കോടിക്ക് മീതെ മീൻസ് ജനസംഖ്യയുണ്ട്. അതിൽ ഏതാണ്ട് ഫിൻലൻഡിലുള്ള ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കുട്ടികൾ ഇവിടെയുണ്ട്. വളരെ കൗതുകരമായ കാര്യം, ഫിൻലൻഡിലുള്ള ആകെ ജനസംഖ്യയേക്കാൾ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുണ്ട്. മൊത്തം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം പരിശോധിച്ചാൽ 45 ലക്ഷം കുട്ടികൾ നമുക്കുണ്ട്. അത് ഫിൻലൻഡിലെ മൊത്തം പോപ്പുലേഷനേക്കാൾ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിൻലൻഡിലെ ക്ലാസ് മുറികളുടെ കുട്ടികളുടെ എണ്ണം, ഫിൻലൻഡിലെ ക്ലാസ് മുറികളുടെ സ്വഭാവം, ഇതൊക്കെ നമുക്ക് ഒരു കളക്റ്റീവ് ജനസംഖ്യ വളരെയധികം പോപ്പുലേഷനുള്ള ഒരിടത്തേക്ക് കൊണ്ടുവരിക സാധ്യമല്ല. അത് ഒരു തലം. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഒരു നാട്ടിലെ വിദ്യാഭ്യാസം ഉയർന്നു വരുന്നത്, രൂപപ്പെടുന്നത് ആ നാട്ടിൽ നടന്ന ജനകീയമായ മൂവ്മെൻറ്റുകൾ, ജനകീയ സമരങ്ങൾ. ആ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ ഒരു മേജർ, ഇപ്പോൾ സോഷ്യൽ സയൻസ് കരിക്കുലത്തിലൊരു മേജർ പോർഷൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റാണ് നമ്മളെടുത്താൽ, അല്ലേ? നമ്മുടെ കൾച്ചറൽ സിംബയോസിസ് ആണ്, നമ്മുടെ MGS ഒക്കെ പറയുന്ന കൾച്ചറൽ സിംബയോസിസ് ആണ് നമ്മുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഫിൻലൻഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റുകളെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. കരിക്കുലത്തെ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തത്തിലുള്ള സംഘാടനമാണെങ്കിൽ പോലും, അതിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിൽ പോലും നമ്മുടെ വിഷയങ്ങൾ വേറെയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ വേറെയാണ്, നമ്മൾ പരിഹരിക്കേണ്ട വിഷയങ്ങൾ വേറെയാണ്. അപ്പോൾ ഫിന്നിഷ് എഡ്യൂക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കച്ചവട മോഡലാണ്. അത് ഒരു കച്ചവട മോഡൽ എന്ന് പറയുന്നത് ഒരു നിയോ ലിബറൽ കച്ചവട മോഡലായിട്ട് ലോകത്തെങ്ങും അത് വിറ്റഴിക്കുന്നുണ്ട്. അതിനൊരു മാർക്കറ്റുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ആ മോഡൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പിസയിലൊക്കെ, ഈ പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റിലൊക്കെ ഈ ഫിന്നിഷ് മോഡൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു
കൽപ്പനയ്ക്കുള്ളൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മോഡലും വേറൊരു വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കുക സാധ്യമല്ല. കാരണം ആ മോഡലിൻ്റെ പ്രശ്നമല്ല, മറിച്ച് അവിടെ നടപ്പിലാക്കുന്ന ഇടത്തെ സാമൂഹ്യ സാമ്പത്തിക, കാരണം വിദ്യാഭ്യാസത്തിൽ ഇതെല്ലാം വിദ്യാഭ്യാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമല്ലോ. സംസ്കാരം, വീട്ടിലെ സാഹചര്യങ്ങൾ. ഞാനൊരൊറ്റ എക്സാമ്പിൾ പറയാം. ഈ നോർവേയിൽ സമീപകാലത്ത്, നോർവേയിലാണെന്ന് തോന്നുന്നു, ഒരു പേരൻറ്റിനെ, അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ കാരണം കുറച്ചു കാലം മുമ്പാണ് കുട്ടിക്ക് അവർ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ഒരു റീസൺ. കാരണം എന്താണ്? കുട്ടിയെ പാമ്പർ ചെയ്യുന്നു. ഇത് നോർവേയുടെ കോണ്ടെക്സ്റ്റിൽ, ഫിൻലൻഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുട്ടിയെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വെച്ച് കിടത്തുന്നതും കുട്ടിയുടെ അവകാശത്തിൻ്റെ ലംഘനമാണ്. എന്നാൽ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കും. നമ്മുടെ കൂടെ അവർ കിടന്നുറങ്ങും, അവരുടെ കൈ പിടിച്ച് നമ്മൾ നടക്കും. അവർ ചിലപ്പോൾ ക്ഷണിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം വാരി കൊടുത്തു എന്നിരിക്കും. അത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയും വ്യക്തി കേന്ദ്രീകൃത സമൂഹങ്ങളും കളക്റ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണ്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ഫിന്നിഷ് മോഡലിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു എങ്ങനെയാണ്? ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഫിന്നിഷ് മോഡലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് നമുക്ക് കേരള മോഡലിനെ കുറിച്ച് സംസാരിക്കാമല്ലോ. അതെ, വിദ്യാഭ്യാസത്തിലെ ഒരു കേരള മോഡൽ, അതിന് ചില പരിമിതികളുണ്ടെങ്കിൽ പോലും അങ്ങനൊരു മോഡൽ നമുക്കുണ്ടല്ലോ. ഞാൻ ആ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, വശങ്ങളിലെ മനുഷ്യരോട് അത് നീതി പുലർത്തിയിട്ടില്ല എന്ന നിരീക്ഷണം വെച്ചുകൊണ്ട് തന്നെ അരികുകളിലെ മനുഷ്യരോട് കേരള മോഡൽ, ആദിവാസി ദളിത് വിഭാഗങ്ങളോട് കേരള മോഡൽ നീതി പുലർത്തിയിട്ടില്ല എന്ന വിമർശനം വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു മോഡൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ മോഡലിനെ കുറിച്ച് പറയുന്നതിന് പകരം നമ്മൾ ഒരു നിയോ ലിബറൽ ഫിന്നിഷ് മോഡലിനെ കുറിച്ചുള്ളൊരു വർത്തമാനങ്ങൾ നമ്മുടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന്, വിദ്യാഭ്യാസ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമൊക്കെ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഈ സ്കൂളുകളുടെ, കെട്ടിടങ്ങളുടെ ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കുറേ നല്ല വശങ്ങളും അതിനുണ്ടല്ലോ. ഇപ്പോൾ പുതിയ കാലത്ത് നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ എന്താ പറയുക, അടിമകളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആണ് സ്കൂളുകളിലേക്ക് വരുന്നത്. വലിയൊരു ഭാഗം അവർ സ്കൂളുകളിൽ ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായും സ്കൂളിൻ്റെ അന്തരീക്ഷവും ഇൻഫ്രാസ്ട്രക്ചറും ഈ ഡിജിറ്റലി ഇതിനോട് അലൈൻ ചെയ്യപ്പെടാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ സ്കൂളുകളിലുണ്ടല്ലോ. ഇപ്പോൾ ഈ കണ്ടന്റ് തലത്തിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ വിക്ടേഴ്സ് ഉണ്ട്, കൈറ്റ് അടക്കമുള്ള പദ്ധതികളുണ്ടെങ്കിലും കണ്ടന്റ് തലത്തിൽ ഏത് അറ്റം വരെ നമ്മൾ പോകേണ്ടതുണ്ട്? എനിക്ക് തോന്നുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ കുറേയേറെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ക്ലാസ് റൂമുകളുടെ ഡിജിറ്റലൈസേഷനും ഒക്കെ നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു അക്കാഡമിക് കണ്ടൻ്റാക്കി മാറ്റുന്നതിൽ, അതിനനുസൃതമായി നമുക്ക് സ്കൂൾ ഘടനയെയോ ഉള്ളടക്കത്തെയോ മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് നമ്മൾ ഈ DPEP പദ്ധതിയൊക്കെ വരുന്ന കാലത്ത് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് ടൂൾ എന്ന നിലയിൽ കെട്ടിടം തന്നെ, ക്ലാസ് മുറി തന്നെ കരിക്കുലവുമായി ഉൾച്ചേരുക എന്ന് പറയുന്ന ഒരു ആശയം വെച്ചിരുന്നു. നമ്മൾ കുട്ടി ഇടപെടുന്ന എല്ലാം കരിക്കുലമാണ് എന്ന നിലയിൽ കുട്ടിയുടെ ക്ലാസ് റൂം, ബെഞ്ചുകൾ, ഡെസ്കുകൾ, അല്ലെങ്കിൽ ചെയേഴ്സ്. പക്ഷെ നോക്കൂ, ഏതാണ്ട് 10-40 വർഷത്തോളം കഴിഞ്ഞിട്ടും നമ്മുടെ സ്കൂളുകളുടെ ഫാക്ടറി മോഡൽ ഘടനയ്ക്ക് ഒരു മാറ്റവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അടുത്തിടയ്ക്ക് ഒരു സിനിമ വന്നപ്പോഴാണ്, മലയാളത്തിൽ ഒരു സിനിമ വരികയും ആ സിനിമ തമിഴ്നാട്ടിലും തെലങ്കാനയിലുമൊക്കെ സ്വാധീനം ചെലുത്തുകയും അവർ ഒരു ഡയഗണൽ ഷേപ്പ്, ഒരു സെമി സർക്കിൾ ഷേപ്പിലുള്ള ക്ലാസ് മുറികളെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിലും അങ്ങനെ ചില അറ്റംപ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില ഒറ്റയ്ക്കുള്ള
ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ബാക്ക് ബെഞ്ച് കോൺസെപ്റ്റ് ഒഴിവാക്കാൻ ആ വേണ്ടി. ബാക്ക് ബെഞ്ച് കോൺസെപ്റ്റ്, ഞാനത് ബാക്ക് ബെഞ്ച് കോൺസെപ്റ്റ് മാത്രമല്ല, ഈ ഡയഗണൽ ഷേപ്പിൽ ഈ അധ്യാപകൻ ഒരു പോഡിയത്തിലേക്ക് നിൽക്കുന്നതിന് പകരം കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ഒരു സോൺ ഓഫ് പ്രോക്സിമിറ്റി നമ്മൾ പറയുന്ന ഒരു സംഗതി കുറച്ചുകൂടി അടുപ്പം ആവുകയാണ്. കുട്ടിയോട് ചേരുന്ന അധ്യാപിക എന്ന് പറയുന്ന ഒരു നിലയുണ്ടല്ലോ, ഈ അധ്യാപകന്റെ നില, അത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവുന്നു. പിന്നെ അത് ചിലപ്പോൾ വലിയ 50, 60, 70 ഉള്ള ക്ലാസ് മുറികളിൽ നടന്നില്ല എന്ന് വരാം. പക്ഷെ ചെറിയ ക്ലാസ് മുറികളിലെങ്കിലും നമ്മുടെ ക്ലാസ് റൂമുകളുടെ സ്ട്രക്ചർ, ആ സ്പേസ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയൊരു സ്പേസ് ആയി മാറിയിട്ടുണ്ടോ എന്ന് സ്വയം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഘടന ഒരു എഡ്യൂക്കേഷണൽ ആർക്കിടെക്ചറൽ ഈസ്തറ്റിക്സ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഈസ്തറ്റിക്സ് അത് നമ്മുടെ ക്ലാസ് മുറികളിൽ ഇപ്പോഴും അത് അങ്ങനെയൊന്നും ഇല്ല. ഈ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും ഇടയ്ക്ക് തളച്ചിടപ്പെട്ട, ചലനസ്വാതന്ത്ര്യമില്ലാതെ തളച്ചിടപ്പെടുന്ന കുട്ടി എന്ന് പറയുന്ന ഒരു സംഗതി ഈ ലിബറേറ്റഡ് കരിക്കുലം എന്ന് പറയുന്ന കാലത്തും തുടരുകയല്ലേ. നമുക്കതിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പറ്റിയിട്ടുള്ളത്? ഇനി ഉള്ളടക്കം, ഇത് സ്ട്രക്ചറാണെങ്കിൽ നമ്മൾ ഉള്ളടക്കത്തിലേക്ക് വരികയാണെങ്കിലോ, നോക്കൂ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെളിയിലുള്ള കുട്ടിയുടെ ലോകത്ത് എന്തൊക്കെയാണ് ഇരമ്പുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കാർട്ടൂണുകൾ, BTS അല്ലേ, കൊറിയൻ ബാൻഡാണ് കുട്ടികളുടെ, BTS എന്ന് പറഞ്ഞ കൊറിയൻ ബാൻഡാണ് കുട്ടികളുടെ ബാൻഡ്, ഇഷ്ട ബാൻഡ്. നമ്മുടെ തൈക്കുടം ബ്രിഡ്ജ് പോലും അല്ലാതെ പറയും അതൊക്കെ നമ്മുടെ ബ്രാൻഡാ. കുട്ടിയുടെ ബ്രാൻഡ് BTS ആണ്. കുട്ടിയുടെ കാർട്ടൂൺ മാംഗയാണ് അല്ലേ. അപ്പം ഇതിനനുസരിച്ച് ഉള്ളടക്കത്തിൽ ഉണ്ടാവേണ്ട അഡാപ്റ്റേഷൻ, കരിക്കുലം അഡാപ്റ്റേഷൻ, അത് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ളൊരു പുസ്തകം ഈ കുട്ടി സ്വീകരിക്കുമോ? കുട്ടി പുസ്തകത്തെ റിജക്റ്റ് ചെയ്യില്ലേ, നിരാകരിക്കില്ലേ? നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ അതിർത്തികൾ ഭേദിച്ച് വളരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുസ്തകങ്ങൾ അവരെ വീണ്ടും കൊണ്ടുവന്ന് ഇങ്ങനെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു വെർച്വൽ ടൂർ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഫാസിസത്തെ കുറിച്ച് പഠിപ്പിക്കുക, നമുക്ക് പഠിപ്പിക്കാനുണ്ടല്ലോ 10th ഫാസിസമുണ്ട്. ഹിറ്റ്ലർ നാസികൾ ജൂതന്മാരോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് നമ്മൾ പറയുന്നു. ഇപ്പോൾ ആ ജൂതന്മാർ ഇപ്പോൾ പാലസ്തീനോട് ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഒരു വൈരുദ്ധ്യം. അതിനായിരിക്കും ഒരുപക്ഷെ വിക്ടിംസ് ഓഫ് വിക്ടിംസ് എന്നൊക്കെ നോം ചോംസ്കി പറയുന്നുണ്ട്. ഇരകളുടെ ഇരകൾ എന്ന്. നമ്മുടെ വിഷയം അതല്ല, സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ നമ്മൾ ഫാസിസത്തെക്കുറിച്ചും പഠിപ്പിക്കാൻ നമുക്കൊരു വെർച്വൽ ടൂറാകാം. നമ്മൾ എന്തിനാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുട്ടിയെ ഒരു കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യുന്നതിന് പകരം, ഇപ്പോൾ US ഹോളോകോസ്റ്റ് മ്യൂസിയം ഉണ്ട്, വാഷിങ്ടൺ DC ഹോളോകോസ്റ്റ് മ്യൂസിയം ഉണ്ട്. ഹോളോകോസ്റ്റ് മ്യൂസിയത്തിൽ വെർച്വൽ ടൂറുണ്ട്. ഹോളോകോസ്റ്റ് മ്യൂസിയത്തിലെ വെർച്വൽ ടൂറിൽ നമുക്ക് പാസ്റ്റർ നിമോയിലറുടെ കവിത നമ്മൾ കേൾക്കുകയാണ്, കാണുകയാണ്. ഒന്നാമതായി അവർ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ ചെന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ബിക്കോസ് ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. രണ്ടാമതായി അവർ കത്തോലിക്കർക്ക് നേരെ ചെന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു കത്തോലിക്കല്ല. മൂന്നാമതായി അവർ എൻ്റെ നേർക്ക് വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ പറയുന്നതിന് പകരം നമുക്ക് കുട്ടിക്ക് അനുഭവിപ്പിക്കാം അല്ലേ. ലോകത്തെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയങ്ങളിലേക്ക് വെർച്വൽ ടൂർ നമുക്ക് നടത്താം. ഓപ്ഷൻസ് ഉണ്ട്. ഏത് ലൈബ്രറികളിലെ ബ്രിട്ടീഷ് ലണ്ടൻ റോയൽ ലൈബ്രറിയിലെ പുസ്തകം എടുത്ത് നമുക്ക് വായിക്കാം. ഇങ്ങനെ ഉള്ള അപാരമായ സാധ്യതകൾ ഉണ്ടായിരിക്കെ വിഷ്വൽ, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ വളരെ പെട്ടെന്ന് വിഷ്വൽ ലേണേഴ്സായി മാറി. അതെ, ഈ ലേണിംഗ് സ്റ്റൈലിൽ വന്ന മാറ്റം നമ്മൾ അഡ്രസ് ചെയ്തോ? നമ്മള് പാഠപുസ്തകം കളറാക്കി, അതുകൊണ്ട് യാതൊരു മാറ്റവുമില്ല. കളർ പോലും ആ കളറിന്റെ നമ്മുടെ പരിമിതിയാണ്. അത്ര നമ്മൾ ആകെ എത്തിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന്
കളർ പുസ്തകത്തിലേക്ക്, ആ കളറിൻ്റെ വിന്യാസമൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ കളറിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു കളർ കൊടുക്കുന്ന പോലും എഡ്യൂക്കേഷണലി സ്പെസിഫിക് ആയിരിക്കണം. പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ലെറ്റർ, അതിൻ്റെ ഫോണ്ട്, അതിൻ്റെ ഡിസൈൻ, ഇതൊക്കെ ചെയ്യുന്ന SCERTക്ക് ഒരു ഡിസൈനർ ഇല്ലാന്ന് ഞാൻ പറഞ്ഞാലോ? ഞാൻ SCERTൽ ഉണ്ടായിരുന്ന ആളാണ്. ഇത് ചെയ്യുന്ന SCERTക്ക് ഒരു ഡിസൈനർ ഇല്ല. ഈ അത്തരത്തിൽ ഒരു ആർട്ടിസ്റ്റുകൾ ഏതെങ്കിലും അധ്യാപകരെ കൊണ്ട് വരപ്പിക്കുക ചെയ്യുന്നത്, ഒരു ആർട്ടിസ്റ്റ് ഇല്ല. നമ്മുടെ സാധാരണ മാഗസിനുകൾ കൊണ്ട് ആർട്ടിസ്റ്റുണ്ട്, ഡിസൈനേഴ്സുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് അമച്വറാവുകയാണ്. നമ്മൾ പ്രൊഫഷണൽ സിസ്റ്റത്തെക്കുറിച്ച് പറയുകയും അതിൽ നിന്നിറങ്ങുന്ന പ്രോഡക്റ്റുകൾ അമച്വറാവുകയും ചെയ്യുന്നു. അത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കുമോ? സംവദിക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടെ സ്കൂൾ നിലനിൽക്കണമെങ്കിൽ വിദ്യാലയം എന്ന് പറയുന്ന ഒരു സേഫ്റ്റി വാൽവാണ്. ഓക്കെ, നമുക്കറിയാം, ഒരു സുരക്ഷിത സാമൂഹിക കേന്ദ്രമാണ്. പക്ഷെ അത് സുരക്ഷിത സാമൂഹിക കേന്ദ്രം പോലെ ഒരു അക്കാദമിക കേന്ദ്രവുമാണല്ലോ, അല്ലേ? അവിടെ കുട്ടിയെ നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്യാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള ഒരു കരിക്കുലം അഡാപ്റ്റേഷൻ കാലത്തിനും കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനും കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാകുന്നില്ല എന്നതിൽ നമ്മളൊക്കെ അസ്വസ്ഥരാണ്. ഞാനിത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്, ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും. കാരണം അവർക്ക് ഇവിടെ നിന്ന് അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്ന ഇടങ്ങളിലേക്ക് അവർ പോകും. അവിടെയാണല്ലോ സ്കൂളിന് ഇത് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അവർക്ക് തൽക്കാലത്തേക്ക് ഡോപ്പമിൻ ഉണ്ടാകുന്ന ഇടങ്ങളിലേക്ക് അവർ പോകും. അപ്പോൾ ഈ ഹാപ്പിനെസ്, അവരുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇടം സ്കൂളാവണം. അതിനെ നമ്മൾ വെറുതെ ഫിനിഷ് മോഡലിനോ എന്തെങ്കിലും ഒന്നും വിളിക്കേണ്ടതില്ല. മറിച്ച് സ്കൂള് അവർ എൻഗേജ് ചെയ്യാനുള്ള, അവരെ പരിഗണിക്കുന്ന, അവരിടപെടുന്ന, അവരെ അഡ്രസ്സ് ചെയ്യുന്ന, അവർക്കുള്ള ഇടമായി മാറ്റണം. അതിൽ ഫിസിക്കൽ അഡാപ്റ്റേഷൻ മാത്രം പോരാ, പകരം കരിക്കുലം അഡാപ്റ്റേഷനും സിലബസ് അഡാപ്റ്റേഷൻ, ടെക്സ്റ്റ് ബുക്ക് അഡാപ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഈ സംവിധാനം ആസ് എ ഹോൾ നമ്മളിങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ നമുക്കറിയാം അധ്യാപകർ അവരാണ് കുട്ടികളുമായി ഏറ്റവും കൂടുതൽ സമയം ഇടപെടുന്നത്, കുട്ടികളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അധ്യാപകർ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അവരുടെ ജോലിയെങ്കിലും സ്കൂളിൽ ഉച്ചക്കഞ്ഞി കാര്യങ്ങളിൽ വരെ ഇടപെടേണ്ട സ്ഥിതി അധ്യാപകർക്കുണ്ട്. ഉച്ചക്കഞ്ഞി മാറി ഉച്ച ബിരിയാണിയായി. എന്നിരുന്നാലും പക്ഷെ അപ്പോഴും അധ്യാപകന്റെ ഇത് മാറിയിട്ടില്ല. അതെ, അധ്യാപകന്റെ ഡ്യൂട്ടി മാറിയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ, അതായത് അധ്യാപകർ സ്കൂളിൽ ചോറ് വെച്ച് ഭണ്ഡാരിയായി എന്ന രൂപത്തിൽ കളിയാക്കുന്ന രൂപത്തിലുള്ള റീലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെ അധ്യാപകർക്ക് ഇടപെടേണ്ടി വരിക, പലവിധ ദിനാഘോഷങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരിക, ഡാറ്റ കളക്ഷനും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരിക. ഇങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തം അധ്യാപകർ ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. ഈ സമയത്തിനിടയ്ക്ക് അധ്യാപകൻ്റെ ധർമ്മമായ ഒരു അധ്യാപനം എന്നതിൽ നിന്ന് അധ്യാപകർ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണിത് ഇന്നിപ്പോൾ. കാരണം ഈ അധ്യാപകർ, നമ്മുടെ കേരളത്തിലെ അധ്യാപകർ നല്ല അധ്യാപകരാണ്. പൊതുവെ നല്ല മികച്ച ഒരു അധ്യാപക സമൂഹം നമുക്കുണ്ട്, നല്ല മികച്ച ഒരു അധ്യാപക സമൂഹം നമുക്കുണ്ട്. പക്ഷെ അവർ ഏത് വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. കാരണം ഈ അധ്യാപകരിപ്പം മൾട്ടി ടാസ്കേഴ്സായി മാറുകയാണ്. എന്നാൽ ഈ മൾട്ടി ടാസ്കിങ്ങിന് ആവശ്യമായിട്ടുള്ളൊരു ട്രെയിനിങ് ഓറിയൻറ്റേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പം BEdഉം DLEdഉം ആണല്ലോ നമ്മുടെ ടീച്ചേഴ്സായി വരാനുള്ള 2 യോഗ്യതകൾ. ഈ 2 യോഗ്യതകൾ, അതായത് DLEd കഴിഞ്ഞ് UP LP സ്കൂളുകളിലേക്ക് എത്തുന്നു, BEd കഴിഞ്ഞ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുന്നു. ഇനി ഏറ്റവും കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഇവിടെ പറയേണ്ടതല്ലെങ്കിലും, കൊളീജിയറ്റ് എഡ്യൂക്കേഷനിലേക്ക് എത്തുന്നവർക്ക് യാതൊരു അധ്യാപക യോഗ്യതയും വേണ്ട എന്നും വരുന്നു. അതൊരു വൈരുദ്ധ്യമുള്ള കാര്യമാണ്. അവർക്ക് നെറ്റ് മാത്രം മതി, മറിച്ചൊരു അധ്യാപക യോഗ്യത അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ടീച്ചേഴ്സിന് ഈ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന കുട്ടി അധ്യാപനം തമ്മിലൊരു എൻഗേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ.
അപ്പോൾ കുട്ടികൾക്ക് അധ്യാപകരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ക്വാളിറ്റി ഇൻസ്ട്രക്ഷണൽ അവേഴ്സ്. ക്വാളിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്വാളിറ്റി ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് വേണം കുട്ടിക്ക്. അതായത് കുട്ടിയും അധ്യാപകനും കൂടി ഉണ്ടാവുന്ന സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അധ്യാപകർക്ക് അത് സാധ്യമാവുന്നില്ല. കാരണം നമ്മളിപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, അധ്യാപകരൊക്കെ ഇങ്ങനെ തലപൂഴ്ത്തിയിരിക്കുക. അധ്യാപകർ എന്താ തലപൂഴ്ത്തിയിരിക്കുന്നത്? ഇവർ രാവിലെ മുതൽ സ്കൂളിൽ വന്നാൽ പലവിധങ്ങളായിട്ടുള്ള രേഖപ്പെടുത്തലുകളാണ്. അതിൽ യുഡൈസ് ഡേറ്റയുടെ പിന്നെ ഫില്ലിങ്, യുഡൈസ് പ്ലസ് ഡേറ്റയുടെ അടുത്ത ഫില്ലിങ്, നേരത്തെ പറഞ്ഞ ഉച്ചഭക്ഷണത്തിൻ്റെ കണക്ക് നോക്കലും ഉച്ചഭക്ഷണത്തിൻ്റെ മെനു തീരുമാനിക്കലും ഉച്ചഭക്ഷണത്തിൻ്റെ വിതരണവും സ്കൂളുകളിൽ നടക്കുന്നു. പിന്നെ നോക്കൂ, കായികമേള, ടൂർ, ശാസ്ത്രമേള, കലാമേള എന്നുള്ളത് സ്കൂളിൽ മാൻഡേറ്ററി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ ഏജൻസികളുടെ വിവിധങ്ങളായ പരിപാടികൾ, ആരോഗ്യവകുപ്പിൻ്റെ പ്രോഗ്രാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം, ഇങ്ങനെ നീളുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രോഗ്രാമുകൾ സ്കൂളുകളിലാണ് പലപ്പോഴും നടക്കുന്നത്. കാരണം അതിന് 2-3 റീസൺസ് ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇത് പരിഹരിക്കാനാവുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ കുട്ടികളെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെ കൊണ്ടുപോകുന്നത് അവരുടെ പഠനത്തെ തടസ്സപ്പെടുത്തും എന്നുള്ള നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പരിഹാരം ഉണ്ടാവണ്ടേ? കാരണം അധ്യാപകരിപ്പോൾ ഇങ്ങനെ കുട്ടികളും അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ഞാൻ പറഞ്ഞാൽ രക്തദാനം മുതൽ ഐക്യരാഷ്ട്രസഭാ ദിനാചരണം വരെയുള്ള കാര്യങ്ങൾ നടത്തേണ്ട ഇടമാണ് സ്കൂൾ എന്ന് വരുമ്പോൾ കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്ന് കിട്ടേണ്ടുന്ന അറിവിനെ സംബന്ധിച്ച, ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച അവരുടെ നല്ല മനോഭാവങ്ങൾ, നല്ല വാല്യൂസ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യത്തിലൊരു വാക്വം ഉണ്ടാവുകയാണ്. അത് പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ നിന്ന് അധ്യാപകരെ ലിബറേറ്റ് ചെയ്യണം. ഞാൻ ലിബറേറ്റ് ചെയ്യണം എന്നുള്ള വാക്ക് പറയും. അവരെ അതിൽ നിന്നും മോചിപ്പിക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ നോക്കൂ, ഇലക്ഷൻ ഓക്കെ, അത് പിന്നിപ്പോൾ അധ്യാപകരുടെ ഒരു ഡ്യൂട്ടി ആക്കി. പക്ഷെ RTE ഇത് കൃത്യമായി പറയുന്നുണ്ട്. നമ്മളിവിടെ ഡൈല്യൂട്ട് ചെയ്യുക. RTE ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം, വിദ്യാഭ്യാസ നയത്തിന് മുമ്പ് വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം RTE 2009. RTE പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടിയുടെ റൈറ്റ് ആണെന്ന് പറയുമ്പോൾ അധ്യാപകൻ്റെ പ്രസൻസ് കുട്ടിക്ക് ഉണ്ടാവണമെന്നും ഈ സമയത്തിനുള്ളിൽ ഈ ഉള്ളടക്കം അധ്യാപകൻ പഠിപ്പിച്ച് തീർക്കണമെന്നും ഒക്കെ അതിനകത്തുണ്ട്. അവിടെ 1-2 കാര്യങ്ങളിൽ മാത്രമേ അധ്യാപകർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതാ? ഒന്ന് പറയുന്നത് സെൻസസ് ആണ്. ഇലക്ഷൻ പോലെയുള്ള നിർബന്ധമായി അധ്യാപകർ എൻഗേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ നിന്ന് അധ്യാപകരെ മാറ്റി നിർത്തണം. അല്ല എങ്കിൽ അധ്യാപകരുടെ പ്രശ്നം കൊണ്ടല്ല ഈ വിഷയങ്ങൾ സംഭവിക്കുന്നത്, അധ്യാപകർക്ക് പഠിപ്പിക്കാനുള്ള സമയം കുറയുന്നത് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മേളകൾ അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇത് അധ്യാപക സംഘടനകളടക്കം ഇത് ചെറുത്തു തോൽപ്പിക്കുക. അധ്യാപക സംഘടനകളടക്കം, കാരണം മേളകൾ, അത് ശാസ്ത്രമേളയോ കലാമേളയോ കായികമേളയോ ആകട്ടെ, നമുക്ക് സൺഡേസോ സെക്കൻഡ് സാറ്റർഡേയ്സോ പോലെയുള്ള ദിവസങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർക്കിംഗ് ഡേയ്സ് ഒഴിവാക്കപ്പെടുന്നത് കുറയ്ക്കാൻ പറ്റും. അരമണിക്കൂർ, നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂർ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ കൂടിയത് കൊണ്ട് ഈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷണൽ അവേഴ്സ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണതിൽ. മറിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന ഡേയ്സ് ഉണ്ട് ഇവിടെ. ഇതല്ലാതെ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികൾ വരുന്നു, എടുക്കുക, 3 കുട്ടികൾ വരികയാണ്. ഒരു കുട്ടിക്ക് 9:45 ക്ലാസ് തുടങ്ങുന്നു, വേറൊരു കുട്ടിക്ക്
10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, വേറൊരു കുട്ടിക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്ന +2-ൽ, ചേട്ടൻ പഠിക്കുന്ന +2-ൽ, അനിയൻ പഠിക്കുന്നത് പിന്നെ UP-ൽ, അടുത്ത ആൾ പഠിക്കുന്നത് ഒരാൾ ഹൈസ്കൂളിൽ, ഒരാൾ UP-ൽ, ഒരാൾ ഹയർ സെക്കൻഡറിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഏതൊക്കെ സമയമോ? ഒരാളുടേത് 9 മണിക്ക് ആരംഭിക്കുന്നു ഹയർ സെക്കൻഡറി, വേറൊരാളുടേത് 9:45 ആരംഭിക്കുന്നു, വേറൊരാളുടേത് 10 മണിക്ക്. മാത്രമല്ല ഈ അസംബ്ലി, ഒരു എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്നൊരു അസംബ്ലി സാധ്യമാവുന്നത് എങ്ങനെയാ? ബെല്ല് കൊടുക്കൽ, ബെല്ലടിക്കൽ സമയങ്ങൾ UP-യുടെ സമയം വേറെയാവുന്നു. അങ്ങനെ ഉള്ളതിനേക്കാളും അത് ഏകീകരിച്ചുകൊണ്ട് നമ്മൾ ഈ മേളകളെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. മിനിമം ഒരു സ്കൂളിൽ 2 ദിവസം ആർട്സിന് പോയല്ലോ, 2 ദിവസം സ്പോർട്സിന് പോയല്ലോ. ഞാൻ സ്കൂളിലെ കാര്യം പറയുന്നത്. ഒരു 1-2 ദിവസം ശാസ്ത്രമേളയ്ക്ക് പോയല്ലോ, പോയി. സബ് ജില്ല, അടുത്ത സബ് ജില്ല ഒരു 2 ദിവസം എഗൈൻ ശാസ്ത്രമേള, 2 ദിവസം കലാമേള, 2 ദിവസം കായികമേള, ഇനി മറ്റ് വേറെ മേളകൾ വീണ്ടും IT ഒക്കെ ഉണ്ട്, വേറെ മേളകളുണ്ട്. അപ്പോൾ ഇത് അവധി ദിവസങ്ങൾ കൂടി ചേർത്തുകൊണ്ട് വെക്കുകയാണെങ്കിൽ, അതുപോലെ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ, ഇതിൽ ടൂർ ഞാൻ പറയാം, അതും വർക്കിംഗ് ഡേയ്സിൽ പോകുന്ന സ്കൂളുകളുണ്ട്. ഇതൊക്കെ അവധി ദിവസങ്ങളിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 15 to 20 ഡേയ്സ് നമുക്ക് ലാഭിക്കാം. ഈ 20 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാവിലെ വെച്ചിരിക്കുന്ന അരമണിക്കൂറിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നുണ്ടാവും, കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഈ ഒരു രാവിലത്തെ ആ ഒരു അനിശ്ചിതത്വം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. തുടർച്ചയായിട്ടല്ലോ കുട്ടികൾ അറ്റൻഷൻ സ്പാൻ ഒക്കെ ഇവിടെ ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ട് ഒരു ദിവസമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ നിലയിലുള്ള ഒരു റീസ്ട്രക്ചറിങ് ആയിരിക്കും ഇപ്പം ഉള്ള നമ്മുടെ ഈ ഒരു പിന്നെ അരമണിക്കൂർ, ഹാഫ് ആൻ അവറിനേക്കാൾ മെച്ചം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കേണ്ടതാണ്. ആലോചിക്കും നമുക്ക് പ്രതീക്ഷിക്കാം.